ധന്യ, ഈ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് സമയത്തൊക്കെയാണ് സാധാരണ സരിത എസ് നായരെ കുറിച്ചൊക്കെ ഒരു ഓർമ്മക്കുറിപ്പൊക്കെ ഉണ്ടാകുക. സരിത എസ് നായർ എന്തെങ്കിലുമൊക്കെ പറയും, അതിൻ്റെ പിന്നിൽ വേറെ ചിലരെ ഏറ്റുപിടിക്കും. ഇതൊക്കെയാണ് സാധാരണ നടപ്പ് രീതി. ഇപ്പോൾ സരിത എസ് നായർ കളവൊന്ന് മാറ്റിപ്പിടിച്ചു. സിനിമാ രംഗത്തുള്ളവർക്ക് ചിലർക്ക് നേരെ ആക്ഷേപം ഉന്നയിച്ചതായിട്ട് കേൾക്കുന്നു. എന്താ സംഭവം? അവിടെയും തെരഞ്ഞെടുപ്പാണ്. അമ്മയുടെ തെരഞ്ഞെടുപ്പല്ലേ? അമ്മ തെരഞ്ഞെടുപ്പിൽ അമ്മയല്ല, ചിലർക്ക് അത് അത് പിന്നെ ഈ പരുത്തിക്കുരു കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള പരുത്തിക്കുരു ആ വിഭാഗത്തിൽപ്പെട്ട ചിലർക്ക് അത് AMMA ആണ്. അവർക്കത് അമ്മ എന്ന് തന്നെയാണ് സംഘടനയിലുള്ള ആളുകൾ പറയുന്നത്. അപ്പോ ഈ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി മത്സരിക്കാൻ ബാബുരാജ് രംഗത്തെത്തുകയാണ്. ശ്വേതാ മേനോനാണ് പ്രസിഡന്റ് സ്ഥാനത്തിലേക്ക് പിന്നെ കൂടുതൽ ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ വരുന്നുണ്ട്. സാധ്യത കൂടുതൽ ശ്വേതാ മേനോനാണെന്ന് പറയുന്നു. ഒരു സ്ത്രീ വരട്ടെ, അമ്മയുടെ തലപ്പത്തേക്ക് ഒരു സ്ത്രീ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് കാണാമല്ലോ. ഇവിടെ സരിത എസ് നായർ വീണ്ടും കുറച്ച് നാളായിട്ട് ഇവരെ കുറിച്ച് ഒരു വിവരവും നമുക്കില്ല. കാരണം ഇനി വരുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലായിരിക്കാം സരിതയെ കാണാൻ പോകുന്നത്. ചിലപ്പോൾ സ്വപ്നയും ഒപ്പം രംഗപ്രവേശനം ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പൊ സരിത വന്നിരിക്കുകയാണ്. മോഹൻലാൽ കൊടുത്തത് ബാബുരാജ് കൊടുത്തില്ല. ഇതാണ് സരിതയുടെ പരാതി. മോഹൻലാൽ എന്തോ കൊടുത്തു, അത് ബാബുരാജ് കൊടുത്തില്ല. അതുകൊണ്ട് ബാബുരാജിനെതിരെ ഇപ്പൊ രംഗത്തെത്തിയിരിക്കുകയാണ് സരിതാനെതിരെ. ഇത് കേട്ട് ലാലേട്ടൻ ഞെട്ടി എന്നാണ് കേൾക്കുന്നത്. ഞാൻ തന്ന സാധനം നീ എന്താടാ കൊടുക്കാത്തത് എന്നൊരു ചിന്താമുനി കൊടുക്കട്ടെ. മോഹൻലാലിന് കൊടുക്കാനുണ്ടെങ്കിൽ മോഹൻലാൽ നേരിട്ട് കൊടുക്കാൻ പറ്റിയില്ല. ഒരു ഇടനിലക്കാരനായിട്ട് ബാബുരാജിനെ വെച്ചു. ബാബുരാജ് കൊടുത്തില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. സംഭവമൊന്നുമില്ല. ഇവർക്ക് ഒരു അസുഖമുണ്ട്. അസുഖം ഇപ്പൊ വെളിയിൽ ഇവരായിട്ട് പറഞ്ഞിട്ടില്ലാത്തിടത്തോളം നമുക്ക് പറയണ്ട. അത് അറിയാവുന്നുള്ളവർ അങ്ങനെ ഇതെടുത്തോട്ടെ. അപ്പോൾ ആ അസുഖത്തിന് ഒരുപാട് പൈസ ചിലവുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് മോഹൻലാൽ ഇവരെ സഹായിച്ചു. അത് ഞാൻ കൊടുത്തത് മറ്റുള്ളവർ അറിയണ്ട എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. മോഹൻലാൽ നേരിട്ടല്ല കൊടുത്തത്, ബാബുരാജ് വഴിയാണ് കൊടുത്തത്. പക്ഷെ ബാബുരാജ് ആ പൈസ എടുത്ത് തൻ്റെ സ്വന്തം കടം വീട്ടി തനിക്ക് തന്നില്ല എന്നാണ് പറഞ്ഞത്. അതായത് സാമ്പത്തികമായി മോഹൻലാൽ സഹായിച്ചു. ആ സഹായം ബാബുരാജ് തന്നിലേക്ക് എത്തിച്ചില്ല. അതാണ് ഇപ്പോ സരിതാ നായർ രംഗത്തെത്താം. കാരണം ബാബുരാജിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ അമ്മ തിരഞ്ഞെടുപ്പിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോ എങ്ങനെയും ബാബുരാജിനെ തകർക്കാനായിരിക്കാം ഇപ്പോഴത്തെ രംഗപ്രവേശനം എന്ന് തോന്നുന്നു. ഫേസ്ബുക്കിലൂടെയാണ് സരിത എസ് നായർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മോഹൻലാൽ നൽകിയ പണം ഉപയോഗിച്ച് ബാബുരാജ് KFCയിലെ ലോൺ തുക അതായത് കുടിശ്ശിക അടച്ചു തീർത്തു. ചതിയനായ ഒരാൾ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വരരുതെന്നാണ് സരിത പറയുന്നത്. അതിന്റെ പൂർണ്ണമായ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അമ്മ AMMA ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. സിനിമാ താരങ്ങളുടെ അമ്മ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. അതിൽ എനിക്കെന്താ റോൾ എന്നായിരിക്കും ഇപ്പോൾ ചോദ്യം വരുന്നതെന്ന് അറിയാം. ആ സംഘടനയിൽ എനിക്ക് യാതൊരു റോളുമില്ല. ഞാനൊരു സിനിമാ പ്രേക്ഷക മാത്രമാണ്. പക്ഷേ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ ഒരാൾ ബാബുരാജ് ജേക്കബ് ആണെന്ന് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് അതിശയവും ഞെട്ടലുമാണ് ഉണ്ടായത്. ഒരു സാധാരണക്കാരിയായ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിലാണിപ്പോ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ചികിത്സയ്ക്ക് പോലും ശരിക്കും കഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണ് ഞാനുള്ളത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരാൾ ചതിയൻ ബാബുരാജ് ജേക്കബ് ആണല്ലോ എന്നതുകൊണ്ട് മാത്രമാണ് ഇനി അതേപ്പറ്റി പറയാതിരിക്കാനാകില്ല എന്ന് തോന്നിപ്പോയത്. 2018 അതായത് എനിക്ക് അസുഖങ്ങളുടെ പ്രാരംഭഘട്ടത്തിൽ നല്ലൊരു ചികിത്സ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രത്തോളം ബുദ്ധിമുട്ടായി പോകില്ലായിരുന്നു. 2018 എന്റെ ചികിത്സയ്ക്കായി ശ്രീ മോഹൻലാൽ ബാബുരാജിനെ പണമേൽപ്പിച്ചു. ആ പണം എനിക്ക് എത്തിച്ചു തരാതെ വകമാറ്റി സ്വന്തം പേരിലുണ്ടായിരുന്ന KFC അതായത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അതിന്റെ ലോൺ കുടിശ്ശിക അടച്ചു തീർത്ത് ജപ്തി ഒഴിവാക്കി. എന്നോട് മാത്രമാണോ എന്ന് ഞാൻ അന്വേഷിച്ചു. അല്ല, ബാബുരാജ് സമാനമായി നിരവധി തട്ടിപ്പുകൾ കേരളത്തിലും ദുബായിലുമൊക്കെ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ദുബായിലെ ഒരു വൻ തട്ടിപ്പ് നടത്തിയത് കാരണം പുള്ളി തിരിച്ച് അവിടേക്ക് പോകാതിരിക്കുകയാണ്. പാസ്പോർട്ട്, റെസിഡൻസ് കാർഡ് കോപ്പി ഞാൻ ഇവിടെ നൽകുന്നുണ്ട്, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. അദ്ദേഹം AMMAയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് എനിക്ക് പറയാൻ അറിയില്ല. സ്ത്രീ അഭിനേതാക്കളെക്കാൾ കൂടുതൽ ഉൾപ്പെടുന്ന ഒരു സംഘടനയാണ്. പ്രായഭേദമില്ലാതെ ആർക്കും ഒരു ബുദ്ധിമുട്ട് ബാബുരാജ് കാരണം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ.
സ്ത്രീകളുടെ പ്രായം പുള്ളിക്ക് പ്രശ്നമല്ല. ഒരു സാധാരണക്കാരിയായ സ്ത്രീക്ക് ലഭിക്കുന്ന ചികിത്സാ സഹായം പോലും ചതിയിലൂടെ സ്വന്തമാക്കി എടുത്ത് സ്വന്തം കാര്യം മാത്രം ക്ലിയർ ആക്കുന്ന ഒരാളാണോ അമ്മ പോലുള്ള ഒരു സംഘടനയുടെ തലപ്പത്ത് വരേണ്ടത്? ഞാൻ ബാബുരാജിനെതിരെ നിയമപരമായ വഴികളിലൂടെ നീങ്ങിയിരുന്നു. പിന്നീട് പലർക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ചിന്തിച്ചു. ആ പരാതി അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അമ്മയുടെ ജനറൽ സെക്രട്ടറി ആകാൻ പറ്റിയ ഒരാളല്ല ഈ ബാബുരാജ് എന്നാണ് സരിതാ നായർ പറയുന്നത്. അതായത് സരിതാ നായർ കൃത്യമായ തെളിവുകളിലൂടെയാണ് ബാബുരാജിനെതിരെ തുറന്നടിച്ചിരിക്കുന്നത്. മോഹൻലാല് അവരുടെ ഒരു അസുഖ സമയത്ത് 2018 കുറച്ച് പണം ബാബുരാജ് വഴി നൽകി. എനിക്ക് തോന്നുന്നു സംഘടന വഴിയുള്ള പണമായിരിക്കും നൽകിയത്. പക്ഷെ സംഘടന വഴി എങ്ങനെയാണ് പണം നൽകുന്നത്? ഇവർ ഈ അമ്മയിൽ അംഗത്വം ഇല്ലാത്ത ആളാണ്. അംഗത്വം ഇല്ലാത്തവർക്ക് പണം കൊടുക്കും അമ്മ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്താറുണ്ട്. അതിനിപ്പോ സംഘടനയിൽ അംഗമാകണമെന്നൊന്നും ഇല്ല. പക്ഷെ അതിൽ സരിതാ എസ് നായർക്ക് എങ്ങനെ പരിഗണന കിട്ടിയെന്ന് എനിക്കറിയില്ല. അതാണ് എന്റെ സംശയം. മോഹൻലാൽ അങ്ങനെ ഇപ്പൊ മോഹൻലാലിന്റെ സ്വന്തം പണത്തിൽ നിന്നാണ് എടുത്ത് കൊടുത്തതെങ്കിൽ അത് മോഹൻലാലല്ലേ കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ മോഹൻലാലിന്റെതല്ലേ? അതുവഴി അവർ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടല്ലോ. അതിൽ ഈ ഉന്നയിക്കുന്ന ആക്ഷേപത്തിൽ ഒരുപാട് അവ്യക്തതകളുണ്ട്. അതെ, ചിലത് പൊരുത്തക്കേടുകളുണ്ട്. അതായത് ഇത് എന്ന് കൊടുത്തു എന്നുള്ളത് അറിയില്ല, വ്യക്തമല്ല. അത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത് ആരോപണം ഉന്നയിക്കപ്പെടുന്നതിന്റെ പ്രസക്തി ഉണ്ട്. അതായത് സരിതാ എസ് നായരുടെ ക്രെഡിബിലിറ്റി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. കാര്യം സരിതാ എസ് നായരുടെ മുൻകാല അനുഭവങ്ങൾ, ചരിത്രം ഒക്കെ പ്രശ്നമാണ്. അവർ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വന്നിങ്ങനെ കാലാകാലങ്ങളിൽ ആക്ഷേപം ഉന്നയിക്കുക. ഒരു കാലത്ത് അവർ ഇടതുപക്ഷത്തെ ചാരി നിന്നുകൊണ്ട് കോൺഗ്രസിനെ ആക്രമിക്കുകയായിരുന്നു. പക്ഷെ അവർ തന്നെ വെളിപ്പെടുത്തി ഇടതുപക്ഷത്ത് നിന്ന് അവർക്ക് വലിയ ഓഫർ കിട്ടിയിരുന്നു ചില ഉന്നതരെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ വാക്കുകൾക്ക് വിശ്വാസ്യതയുടെ ഒരു പ്രശ്നമുണ്ട്. അതുമാത്രമല്ല, ഈ സോളാർ കേസ് അതുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായവരിലെല്ലാം ഒട്ടുമിക്കവരും തന്നെ ഇപ്പോൾ ആരോപണ മുക്തരാണ്. അവർ ആർക്കൊക്കെതിരെയോ ആരോപണം ഉന്നയിച്ചോ അവരെല്ലാവരും തന്നെ ഇപ്പോൾ വേണമെങ്കിൽ അവർക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാവുന്ന അവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ ബാബുരാജ് അദ്ദേഹം ആ അമ്മയുടെ തലപ്പത്തേക്ക് വരും എന്നുള്ളൊരു പ്രതീതി ഉള്ളത് കൊണ്ടായിരിക്കണം അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത് വന്നേക്കുന്നത്. അല്ല, ബാബുരാജിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ പലരും അവരുടെ തന്നെ സഹപ്രവർത്തകൻ അനൂപ് ചന്ദ്രൻ, അദ്ദേഹത്തിനെതിരെ ഈ ബാബുരാജിനെതിരെ ക്രിമിനൽ കേസുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു സ്ഥാനത്തേക്ക് വരാൻ അർഹനല്ല എന്ന തരത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് അതായത് ഈ അമ്മ സംഘടന എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇപ്പോൾ അതായത് ഈ മുൻനിര എ ഗ്രേഡ് താരങ്ങളുണ്ടല്ലോ, അതായത് മോഹൻലാൽ, മമ്മൂട്ടി, അതേപോലുള്ള ഈ എ ഗ്രേഡ് താരങ്ങൾ മാറി നിന്നിട്ട് ഇപ്പോൾ ബി ടീമുകളുടെ മത്സരമാണ് നടക്കുന്നത്. രണ്ടാം നിരയിലുള്ള ആൾക്കാരുണ്ടല്ലോ, അവരിൽ ആരാണ് പ്രമുഖർ? അതിൽ ചിലരൊക്കെ ഈ എ ടീമിലുള്ളവരുടെ നോമിനിയാണെന്നും പറയും. അപ്പൊ സ്വാഭാവികമായും മമ്മൂട്ടിയും മോഹൻലാലും പിന്തുണയ്ക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഈ സെലിബ്രിറ്റികളാണെങ്കിൽ ആത്യന്തികമായി രണ്ടുപേരും മനുഷ്യരാണല്ലോ, രണ്ടു കൂട്ടരും മനുഷ്യരാണല്ലോ. അപ്പോൾ മനുഷ്യ സഹജമായ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവർക്കും ഉണ്ടാവും, ഈഗോ ക്ലാഷുകൾ ഉണ്ടാവും. അത് മറന്നീക്കി പുറത്തു വരുന്ന അതിനിപ്പോൾ ഒളിയാക്രമണം എന്ന നിലയിൽ അവതരിപ്പിക്കപ്പെടുന്നതാണ് ഇത്തരം സംഗതി. ഇപ്പോൾ ബാബുരാജിനെതിരെയാണ് ഇന്ന് ആരോപണം വന്നെങ്കിൽ നാളെ മറ്റൊരാൾക്കെതിരെയും വരും. അത് സ്വാഭാവികമാണ്. ആ സംഘടനയുടെ തലപ്പത്തെത്തുക എന്നുള്ളതാണ് പ്രധാനം.